നമുക്ക് ചിക്കൻ കറി വെച്ചാലോ? ചിക്കൻ പൊരിച്ചാലോ അമ്പൂട്ടാ? ഓക്കേ ഓക്കെ പറഞ്ഞേ. ഓക്കേ ഓക്കേ. ചിക്കൻ നമുക്ക് പൊരിച്ചാലോ? ഓക്കേ ഓക്കെ പറഞ്ഞേ. ഓക്കേ. അതിനാദ്യം നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവ് കുറവാണല്ലേ? അപ്പൊ ഇനി എന്താ ഇട്ട് കൊടുക്കേണ്ടത്? ഉപ്പിട്ട് കൊടുക്കണ്ടേ അമ്പു? നമുക്ക് കുറച്ച് ഉപ്പ് കല്ലിട്ട് കൊടുത്താലോ? നമുക്ക് ഉപ്പ് പൊടിയില്ല അല്ലേ? ഉപ്പ് കല്ലിട്ട് കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ഇത് നല്ല വൃത്തി ഒന്ന് കുഴച്ചെടുക്കണം അല്ലേ? ഓക്കേ എന്ന് പറഞ്ഞേ. അമ്പൂട്ടന് ഇഷ്ടാണോ ചിക്കൻ പൊരിച്ചത്? അപ്പോ അമ്പൂട്ടനെയും നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരെ ഇത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പറയണം അല്ലേ അമ്പു? നമ്മളെ ചാനൽ ഇതുവരെ കാണാത്തവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ പറയണം അല്ലേ അമ്പു? അമ്പുന് ചിക്കൻ ഇഷ്ടാണോ? അപ്പൊ നമ്മളിത് കുഴച്ച് റെഡിയാക്കി വെച്ചു അല്ലേ? അപ്പൊ നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ? ഓക്കേ. ഇപ്പൊ നമുക്ക് കൈ ഒന്ന് കഴുകിട്ട് തരാം അല്ലേ? അടുപ്പത്ത് വെച്ചാലോ അമ്പു? അപ്പൊ ഇത് ചൂടാവട്ടെ അല്ലേ അമ്പു? അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പം ഒരു 3 വെളുത്തുള്ളിയും കുറച്ച് ചെറിയൊരു ഇഞ്ചി കഷ്ണം ഞാൻ ചതച്ച് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് മൂപ്പിച്ച ശേഷം നമ്മൾ ചിക്കൻ പീസ് എടുത്ത് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഏകദേശം നല്ലൊരു മണം വരുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒരു മണം നമുക്ക് രുചിക്കാവുന്ന നല്ലൊരു മണമാണ്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ചതിന് മേലെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി മണമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുമായി അച്ഛനും മോനും കട്ടുമ്മൽ കിടന്ന് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. ഏട്ടൻ മുന്തിരിങ്ങ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചു. അമ്പൂട്ടനോട് കണ്ടുപിടിക്കാൻ പറയുന്നു. എന്തൊക്കെയോ ഒരു ശ്രദ്ധകൾ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങളുടെ കൂടെ. ടാറ്റാ ബൈ ബൈ.